ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില അനുച്ഛേദങ്ങൾ കോഡുകളിലൂടെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ബാലവേല 24, അതായത് 14 വയസ്സിനു താഴെയുള്ള കുട്ടികൾ ബാലവേല എടുക്കുന്നത് നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 24. അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബാലവേല എടുപ്പിക്കുന്നത് നിരോധിക്കുന്ന അനുച്ഛേദം 24. അതായത് 14ഉം 24ഉം ഒന്ന് കണക്ട് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. അതുപോലെ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുച്ഛേദമാണ് 44. യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ ഏകീകൃതമായിട്ടുള്ളൊരു സിവിൽ കോഡ് നടപ്പിലാക്കുക എന്നുള്ളതാണ് അനുച്ഛേദം. അതായത് ആ അനുച്ഛേദം ഏതാണ്? 44. അതായത് 4 4 ചേർന്നിട്ട് 44 വരുന്നു. അതായത് രണ്ട് ഭാഗത്തും 4 തന്നെ, 4ഉം 4ഉം. അപ്പോൾ എല്ലായിടത്തും ഏകീകരിച്ച ഒരു സിവിൽ കോഡ് വരണമെങ്കിൽ ഏകീകരിക്കപ്പെട്ട 4ഉം 4ഉം ചേർന്ന 44ആണ് യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ കോഡ്. അതായത് അടുത്തത് മദ്യനിരോധനം 47ഉം ഗോവധ നിരോധനം 48ഉം. അത് രണ്ടും അടുത്തടുത്ത അനുച്ഛേദങ്ങളാണ്. അവ കണക്ട് ചെയ്ത് പഠിക്കാം. എങ്ങനെ? മദ്യവും ടച്ചിങ്സും എന്നോർക്കുക. അപ്പോൾ മദ്യനിരോധനം 47 ആണെങ്കിൽ അതിന് തൊട്ട് അടുത്തുള്ള 48-ാം അനുച്ഛേദം ടച്ചിങ്സ് അഥവാ ഗോവധ നിരോധനമാണ്. അപ്പോൾ 47 മദ്യനിരോധനത്തെക്കുറിച്ച് ഭരണഘടനയിൽ പറയുന്ന അനുച്ഛേദം അഥവാ ആർട്ടിക്കിളാണ്. അതേപോലെ ടച്ചിങ്സ് ഗോവധ നിരോധനം എന്നുള്ളത് 48-ാം അനുച്ഛേദവുമാണ്. മറ്റൊന്നാണ് സംയുക്ത സമ്മേളനം 108. അതായത് ഒരു നിയമമാകണമെങ്കിൽ രണ്ട് സഭകളിലും, അതായത് രാജ്യസഭയിലും ലോക്സഭയിലും രണ്ട് സഭകളിലും എന്ത് ചെയ്യണം? പാസ്സാകണം. ഒരു സഭയിൽ പാസ്സായി മറ്റൊരു സഭയിൽ പാസ്സായില്ല എന്നൊരു അവസ്ഥ വരികയാണെങ്കിൽ അപ്പോഴാണ് സംയുക്ത സമ്മേളനം ഇരിക്കുന്നത്. അപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളിലൂടെയാണ് ഈ സഭകളിൽ നിയമം പാസ്സാകുന്നത്. അപ്പോൾ ഈ നിയമം പാസ്സാകുന്ന സമയത്ത് ഒരു സഭയിൽ പാസ്സായി മറ്റൊരു സഭയിൽ പാസ്സായില്ലെങ്കിൽ എന്തു ചെയ്യും? 8ൻ്റെ പണി കിട്ടും. കാരണം വളരെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളിലൂടെ പോയി അവസാനം വോട്ടിനിട്ട് ഒരു സഭയിൽ പാസ്സായില്ല എങ്കിൽ അത് നിയമമാവാതെ വരികയും അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്നവണ്ണം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതാണ് സംയുക്ത സമ്മേളനം. അപ്പോൾ സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത് ഒരു സഭയിൽ പാസ്സായി മറ്റൊരു സഭയിൽ പാസ്സായില്ല എങ്കിൽ 8ൻ്റെ പണി കിട്ടുന്നത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് 108-ാം അനുച്ഛേദ പ്രകാരം സംയുക്ത സമ്മേളനം വന്നിട്ടുള്ളത്. അടുത്തതാണ് മണി ബിൽ 110-ാം അനുച്ഛേദം. അപ്പോൾ ഒന്നുമില്ല, മണി 10 രൂപ എന്നോർക്കുക. അല്ലെങ്കിൽ ധനബിൽ 110, ധനം 10 രൂപ എന്നോർക്കുക. അപ്പോൾ 110-ാം അനുച്ഛേദമാണ് മണി ബിൽ അഥവാ ധനബിൽ. മറ്റൊന്നാണ് ബഡ്ജറ്റ്. നമ്മുടെ ഭരണഘടനയിൽ ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ് അല്ലെങ്കിൽ ബജറ്റിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ് 112. ഈ ബജറ്റ് എന്ന് പറയുമ്പോൾ അത് കണക്കിൻ്റെ ഒരു കളിയാണ്. അതായത് കണക്കുകൾ, നമ്മുടെ സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുന്ന ഒരു രേഖയാണ് ബജറ്റ്. അപ്പോൾ ഈ ബജറ്റ് എന്ന് പറയുന്നത് കണക്കിൻ്റെ കളിയാണ്. അപ്പോൾ എന്താണ്? 1ഉം 1ഉം കൂട്ടിയാൽ 2. അതായത് 1ഉം 1ഉം കൂട്ടിയാൽ 2 എന്നുള്ളതാണ് അവിടുത്തെ കണക്ക്. അപ്പോൾ 1 1 2 എന്നുള്ള കണക്കിൻ്റെ ഒരു പ്രത്യേകതയുള്ള ഒരു സംഖ്യ ആയിട്ടുള്ള 112ആണ് ബജറ്റിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം. അടുത്തതാണ് ഓർഡർ 123. പ്രസിഡന്റിന് ചില പ്രത്യേക അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാൻ വേണ്ടി ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന അനുച്ഛേദമാണ് 123. ഓർഡർ 123 എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കുവാനുള്ള അനുച്ഛേദമാണ് 123 123. മറ്റൊന്നാണ് പ്രസിഡന്റിന് ചില അവസരങ്ങളിൽ സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കാം. അപ്പോൾ ആ ഉപദേശം ചോദിക്കുന്നതിനുള്ള അനുച്ഛേദമാണ് 143. അതായത് പ്രസിഡന്റ് സുപ്രീം കോടതിയോട് 143 എന്ന് പറഞ്ഞു എന്നോർക്കുക. അതായത് പ്രസിഡന്റ് സുപ്രീം കോടതിയോട് 143 പറഞ്ഞു എന്ന് പറയുമ്പോൾ 143-ാം അനുച്ഛേദ പ്രകാരമാണ് പ്രസിഡന്റിന് സുപ്രീം കോടതിയോട് ഉപദേശം തേടുവാനുള്ള അനുച്ഛേദം വരുന്നത്. ഇങ്ങനെ നമുക്ക് ഭാവിയിൽ കുറച്ച് ആയിട്ട് അനുച്ഛേദങ്ങൾ കോഡുകളിലൂടെ തീർത്തു പോകാം.